ഗിൽസ് നമ്മളുടെ 7ാം ക്ലാസ്സിന്റെ തുടക്കം മുതൽ ഉള്ള ഒരാളായിരുന്നു അല്ലെ ഞാൻ. ഇതിന്റെ തുടക്കം മുതൽ മക്കളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ മിസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഹെൽപ്പ് ചെയ്യോ, ഒരു കുഞ്ഞു ഹെൽപ്പ്. അതായത് ഈ ഒരു വീഡിയോ ഓടിപ്പോയിട്ട് നിങ്ങളുടെ ഉമ്മയും അമ്മയല്ലേ അവർക്ക് ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് പോയിട്ട് കാണിച്ചു കൊടുക്കുക. മിസ്സിന് എന്തോ നിങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക. ചിലപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും പരിപാടിയിലായിരിക്കും. ഒന്ന് ഓടിപ്പോയി ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഓടിപ്പോയിട്ട് അവരെടുത്ത് കൊണ്ടുകൊടുത്തേ. ഇനിയിപ്പോ താത്തമാരാണെങ്കിലോ കാക്കമാരാണെങ്കിലോ അല്ലെങ്കിൽ ഉപ്പമാരോ അച്ഛന്മാരോ ആണെങ്കിലോ ഒന്നും നോ പ്രോബ്ലം. നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് ഓടിപ്പോയി ഒന്ന് കൊണ്ടുകൊടുക്കാം. സെറ്റാണോ? കൊണ്ടുകൊടുത്തില്ലേ ഞാൻ മിണ്ടൂല കേട്ടോ. ഓക്കെ, സോ ഹലോ പാരന്റ്സ്. അപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു 7th എക്സാം കഴിഞ്ഞ സമയത്ത് കുറെ പാരന്റ്സ് എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്സേ, ഞങ്ങളുടെ കുട്ടി കുറെ എല്ലാ സബ്ജക്റ്റും അവന് പഠിക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ സബ്ജക്റ്റും അവന് എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. മാത്സിലാണ് ഏറ്റവും കൂടുതൽ സമയം അവന് ചെലവഴിക്കാറ്, അല്ലെങ്കിൽ മാത്സ് ആണ് കൂടുതൽ അവൻ പഠിക്കാറ്. എന്നിട്ടും എന്തുകൊണ്ട് മാത്സിൽ അവൻ പിറകോട്ടാവുന്നു? മാത്സിൽ എന്തുകൊണ്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല? എത്ര മാത്സ് പഠിപ്പിച്ചു കൊടുത്തിട്ടും അവന് മനസ്സിലാവുന്നില്ല, അവർ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ആ ഒരു പ്രശ്നം? ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഒരു കുട്ടിയാണ് നിങ്ങളുടെ എങ്കിൽ, അല്ലെങ്കിൽ ആ മാത്സിൽ എപ്പോഴും ബാക്കോട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ബാക്കോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവർക്കല്ല, ആക്ച്വലി നിങ്ങൾക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നമ്മളുടെ മക്കളെ നമുക്ക് 8ാം ക്ലാസ്സിൽ ഉയർത്തിക്കൊണ്ടുവരണം. അതായത് 8ാം ക്ലാസ് എന്ന് പറയുന്നത് ഹൈസ്കൂളിലെത്തി. അപ്പൊ അതിനനുസരിച്ച് തന്നെ കണ്ടന്റ് നല്ലോണം കൂടുന്നുണ്ട്. അപ്പൊ ഇവരെ ഇനിയും ഇതുപോലെ ഉഴപ്പി നടക്കുകയാണെങ്കിൽ കയ്യിന്ന് പോകും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഈ ഒരു ഏപ്രിൽ മാസമല്ലേ, ഈ ഏപ്രിൽ മാസം ഒരു 10 ദിവസം എങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ, നിങ്ങളുടെ ഒരു അരമണിക്കൂർ നിങ്ങൾ മാറ്റിവെക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അവരെങ്ങനെയാ ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നുള്ളത്. അതായത് നമ്മളുടെ കുട്ടികളുടെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇവർക്ക് ഒരുപാട് മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. അതായത് ഒരു 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോ കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രാക്ഷന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അറിയണം. ഡെസിമലിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അറിയണം. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ വെക്കേഷനിൽ ഒരു 15 ദിവസം ഒരു ജസ്റ്റ് ചലഞ്ച് ആയിട്ട് തന്നെ നിങ്ങൾ കൂട്ടിക്കോളി. അപ്പൊ ഈ ഒരു 15 ദിവസം നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. എന്നിട്ട് അവരൊന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാം. ഇവർക്ക് ഈ ക്വസ്റ്റ്യൻ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഡിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ എന്ത് ചെയ്തോ, അവർക്ക് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കൊന്ന് ചെയ്യിപ്പിക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവർക്ക് എവിടെയാണ് അവർക്ക് പറ്റാത്തത്, എവിടെയാണ് അവർക്ക് ഇപ്പോഴും ബേസിക് സെറ്റ് ആവാത്തത് എന്നുള്ളത്. അപ്പൊ ആ ഒരു ബേസിക് എവിടെയാണോ സെറ്റ് ആവാത്തത് ഉള്ളത് അത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 8ാം ക്ലാസ് എന്ന് പറയുന്നത് ആ മക്കള് തൂക്കിയിരിക്കും. അടിപൊളിയായിട്ട് തന്നെ മാത്സ് പഠിച്ചിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഈ ഒരു നമ്മളുടെ മക്കളെ എങ്ങനെ ഈ ഒരു 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് ഈ മാത്സിൽ അവരെന്നും താഴേക്ക് പോകുന്നത് നമ്മൾ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്കറിയാം 90% കുട്ടികളുടെയും പ്രശ്നം മാത്സ് ആണ്. ആ 90% നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കുക, നിനക്ക് മാത്സ് പ്രശ്നമാണോ എന്ന് ചോദിക്കുക. അവന് പ്രശ്നമാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ തരണം. മറക്കണ്ട, അരമണിക്കൂർ എനിക്ക് വേണ്ടിയിട്ട് 11ാം തീയതി. അപ്പോൾ ഈ ഒരു ഏപ്രിൽ 11 കൃത്യം 7 മണിക്കായിരിക്കും നമ്മളുടെ വെബിനാർ നടക്കുന്നത്. അപ്പൊ ഏപ്രിൽ 11 7 മണി മുതൽ 7 വരെ ഞാൻ കുറേ സമയമൊന്നും നിങ്ങളുടെ എടുക്കില്ല. അപ്പൊ 7 വരെ ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്നുള്ളത്. സോ മറക്കരുത്, 7 മണി മുതലാണ് 7:30 വരെ ഒരു അരമണിക്കൂർ സെഷൻ ആയിരിക്കും. അപ്പൊ ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്കാം. രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുക. ലൈവ് ആയിരിക്കില്ല, നമ്മുടെ യൂട്യൂബിലൂടെ ആയിരിക്കില്ല, നമ്മൾ അല്ലാതെ സ്ട്രീം ചെയ്യുന്ന ലൈവ് ആയിരിക്കും. അപ്പൊ ലിങ്ക് ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഞാൻ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത കുട്ടികളുടെ ഫോൺ നമ്പറിലേക്കൊക്കെ എന്ത് വരും, നമ്മളുടെ ലിങ്ക് എത്തും കേട്ടോ. സോ എല്ലാവരെയും അവിടെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളെ കുട്ടി എത്ര താഴെയാണെങ്കിലും നമ്മൾ ഇപ്രാവശ്യം അവർ ഉയർത്തിക്കൊണ്ടുവന്നേ പറ്റുള്ളൂ. ബിക്കോസ് UP എന്ന് പറയുന്ന ഒരു ചെറിയ ലോകത്തുനിന്ന് ഹൈസ്കൂൾ എന്ന് പറയുന്ന വലിയ ലോകത്തേക്കാണ് അവർ പോകുന്നത്. അവരെ എപ്പോഴെങ്കിലും നമ്മൾ രക്ഷിച്ചില്ലെങ്കിൽ അവർ ജീവിതകാലം മൊത്തം ഈ മാത്സ് എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അവരെ ആ ഒരു നിരാശക്ക് അല്ലെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുക. നമുക്ക് അവിടെ വെച്ച് കാണാം. ഒരു അരമണിക്കൂർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മളുടെ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കാം. സോ അവിടെ വെച്ച് കാണാം. അതുവരേക്കും ബൈ.